നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിൻ്റെ ടൂറിസം വാർത്തകൾ. ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുമായി തൊടുപുഴയിലെ റൂറൽ ബാങ്ക് പ്രസിഡന്റും ഇപ്പോൾ ടൂർക്കോയുടെ ചെയർമാനുമായ കെ സുരേഷ് ബാബു ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം സൊസൈറ്റി എന്ന സഹകരണ പ്രസ്ഥാനം ടൂർക്കോ എന്ന നാമോദയത്തിൽ ഇടുക്കിയുടെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ ലോകത്തെ അറിയിച്ചുകൊണ്ട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ടൂറിസ്റ്റ് സവാരികളെ ഈ കേരളത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യവുമായി ഒരു വർഷത്തിനിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാദേശിക പദ്ധതികളാണ് രൂപീകരിച്ചത്. സുതാര്യമായ ടൂറിസം പദ്ധതികൾ സത്യസന്ധവും വളരെ ലളിതമായ രീതിയിൽ ഇതിൻ്റെ ചെയർമാനായി കെ സുരേഷ് ബാബു, ടൂറിസം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ വി ഫ്രാൻസിസ്, ഇവരുടെ മേൽനോട്ടത്തിലാണ് സൊസൈറ്റിയുടെ സുതാര്യമായ നടത്തിപ്പുകൾ. ഈ പദ്ധതിയുടെ ദീർഘകാല വീക്ഷണ നിരീക്ഷണവുമായി ചെയർമാൻ സുരേഷ് ബാബു നമ്മളോടൊപ്പം. ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ടൂർക്കോ സെൻട്രൽ മിനിസ്ട്രി ഓഫ് കോഓപ്പറേഷൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ സ്ഥാപനമാണ്. ഇതിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് കേരളവും മഹാരാഷ്ട്രയുമാണ്. ഈ രണ്ട് സ്റ്റേറ്റുകളിലായി പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ടൂർക്കോ. കേരളത്തിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഇന്നും അറിയപ്പെടാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന നിരവധിയായ ടൂറിസം പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതും പരിസ്ഥിതി സൗഹൃദമായി, പരിസ്ഥിതിക്ക് ഒരിക്കലും ഒരു കോട്ടം തട്ടാത്ത രീതിയിലുള്ള നമ്മുടെ ഈ ഓരോ പ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കുക, ആ പ്രദേശങ്ങളെ മനസ്സിലാക്കുക, അതുവഴിയുള്ള ഒരു എൻജോയ്മെൻറ്റ്, അതാണ് നമ്മൾ ടൂറിസം ടൂർക്കോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രവർത്തനമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലാണ് ഇപ്പം ഇടുക്കി ജില്ലയിൽ തന്നെ, ഇടുക്കി ജില്ലയിലെല്ലാവരും ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ മൂന്നാറും ഇല്ലെങ്കിൽ തേക്കടി, വാഗമൺ അങ്ങനെയുള്ള കുറച്ച് പ്രദേശങ്ങളെ മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായ പ്രദേശങ്ങൾ ഇടുക്കി ജില്ലയിൽ തന്നെയുണ്ട്. ഇപ്പോൾ അത് ഞങ്ങൾ ഈ സൊസൈറ്റി തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ വച്ചിരിക്കുന്നത് നമ്മുടെ ഉപ്പുകുന്ന് ഹിൽസിൽ കൂടി, തൊടുപുഴയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഉപ്പുകുന്ന് ഹിൽസിൽ കൂടിയുള്ള ഒരു മൺസൂൺ വാക്കായിരുന്നു. ഞാൻ ടൂർക്കോയുടെ ടൂറിസം അഡ്മിനിസ്ട്രേറ്ററാണ്. ഇത് നമ്മൾ ഈ സീസണിലെ ടൂറിസത്തിൻ്റെ മൺസൂൺ വടക്കേ ഇന്ത്യയിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി വടക്കേ ഇന്ത്യയിലെ ടൂറിസത്തിൻ്റെ സീസൺ ആരംഭിക്കുകയാണ്. ആ സീസണ് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒക്ടോബർ 15 മുതൽ ടൂർക്കോ വടക്കേ ഇന്ത്യയിലേക്ക് വിവിധ എക്കോണമി പാക്കേജുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം വിദേശത്തേക്കും ടൂറുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ടൂറ് നമ്മൾ നടത്തുന്നത് അജന്ത എലോറയാണ്. അജന്ത എലോറയുടെ 1-ാം ദിവസം പൂന, 2-ാം ദിവസം ഔറംഗാബാദ്, 3-ാം ദിവസം എലോറ, 4-ാം ദിവസം അജന്ത. ഇങ്ങനെയാണ് നമ്മൾ ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് ജേർണിയാണ്. എക്കോണമി പാക്കേജ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 5 ദിവസം കൊണ്ട് ഇത്രയും ഏരിയ കവർ ചെയ്ത് നമ്മൾ തിരിച്ചു വരും. അത് കഴിഞ്ഞതിന് ശേഷം വടക്കിലെ അടുത്ത പാക്കേജ് വാരണാസി, പ്രയാഗ്രാജ്, അതോടൊപ്പം അയോധ്യ, സാർനാഥ്, ഈ പാക്കേജാണ് പിന്നീടുള്ളത്. പിന്നെ ഡൽഹി, ഋഷികേശ്, ഹരിദ്വാർ അടുത്ത പാക്കേജുണ്ട്. അങ്ങനെ വിധമാനില്ല. അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിൽ ലണ്ടനിലേക്ക് ഒരു ടൂർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എക്കോണമി പാക്കേജുകളാണ് ഈ വർഷം ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഹരിത. ഞാൻ ടൂർക്കോയുടെ ക്രിയേറ്റീവ് കോർഡിനേറ്ററാണ്. ഇപ്പോൾ ടൂർക്കോയുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. നമ്മുടെ ടൂർക്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെയും അതുപോലെ കേരളത്തിലെയും അൺസീൻ ഡെസ്റ്റിനേഷൻസ്, ഹിഡൻ ജെംസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ പുറത്തു കൊണ്ടുവരികയും അവിടുത്തെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കുകയാണ്. നമ്മളത് പ്രധാനപ്പെട്ട ഇപ്പോൾ ചെയ്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പുകുന്ന് ഹിൽസ്, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിലുള്ളൊരു സ്ഥലമാണ്. അവിടെ നമ്മളൊരു മഴ നടത്തം, ഒരു മോൺസൂൺ വാക്ക് കഴിഞ്ഞ മാസം സംഘടിപ്പിച്ചിരുന്നു. വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്.
അതുപോലെ തന്നെ ഒരു കർക്കിടകം ഫെസ്റ്റ്, നമ്മുടെ മോൺസൂണിൻ്റെ, നമ്മുടെ കാലാവസ്ഥയുടെ എല്ലാ സാധ്യതകളും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പാക്കേജ് കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് അഡ്വഞ്ചർ താല്പര്യമുള്ളവർക്ക് ഓഫ് റോഡിങ്, അതുപോലെ ട്രെക്കിംഗ് അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. അതെല്ലാം ഒരു നല്ല റിലാക്സേഷൻ, അങ്ങനെയാണെങ്കിൽ സ്റ്റേക്കേഷൻ പാക്കേജസ്, അങ്ങനെയുള്ള 2-3 രീതിയിലുള്ള പാക്കേജസ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടൂർകോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ. നാട്ടുരാജ്യ ന്യൂസിൻ്റെ ടൂറിസം വാർത്തകളുമായി ടൂർകോ അടുത്ത എപ്പിസോഡ് കർക്കിടക ടൂറിസം ഉടൻ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.